സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. പാറശാല ആകെ തകർന്ന നെയ്യാറ്റിൻകര കൃഷിഭവന് നീണ്ട കാത്തിരിപ്പിന് ശേഷം ശാപമോക്ഷം. പുതിയ കൃഷിഭവൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം അനുവദിച്ചു. പഴുതൂർ പവിത്രാനന്ദപുരം കോളനിക്ക് സമീപമുള്ള നഗരസഭയുടെ 50 സെന്റ് വസ്തുവിൽ 10 സെന്റാണ് അനുവദിച്ചത്. RIDF പദ്ധതിക്ക് കീഴിൽ നെയ്യാറ്റിൻകര കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി മാറ്റുന്നതിന് 2 കോടിയുടെ ഫണ്ടും അനുവദിച്ചിരുന്നു. കൃഷിഭവൻ അടിയന്തരമായി പൊളിച്ച് ഹൈടെക് കൃഷിഭവനാക്കി മാറ്റണമെന്ന കൃഷിക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. പാറശാല 30 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ പാറശാല പോലീസ് പിടികൂടി. നിരവധി മോഷണക്കേസിലെ പ്രതിയായ പാളുകൾ തേരുപുറം സ്വദേശി ജയകുമാർ 55 പിടിയിലായത്. മോഷണവും പിടിച്ചുപറിയും ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് ജയകുമാർ. 1996 കാലഘട്ടത്തിൽ കൊടങ്ങാവിളയിലെ ഒരു വീട് കുത്തി തുറന്ന് 10 പവനിലധികം സ്വർണവും പണവും കവർന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കടന്നുകളയുകയായിരുന്നു ജയകുമാർ. പേരും രൂപവും മാറ്റി നടക്കുകയായിരുന്ന ജയകുമാറിനെ പിടികൂടുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബാംഗ്ലൂരു ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റ്. രാകേഷ് 21 സോലാദേഹനവള്ളി പോലീസ് പിടികൂടിയത്. 16 രാത്രി PG-യിലേക്ക് മടങ്ങിയ യുവതിയെ സ്കൂട്ടറിലെത്തിയ രാകേഷ് കടന്നുപിടിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുപോയി പീഡിപ്പിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് സ്ഥലത്ത് വൻ തീപിടുത്തം. ഷെഡ് പൂർണ്ണമായി കത്തി നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. തൊട്ടടുത്തുള്ള മരങ്ങളിലേക്കും തീപിടിച്ചു. 2ാമത്തെ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള ഷെഡാണ് കത്തിയത്. ആളപായമില്ല. പാർക്കിംഗ് കേന്ദ്രത്തിൽ ടിക്കറ്റ് നൽകാനുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പാറശാല കുഴിഞ്ഞാൻവിളയിൽ ഫുഡ് ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ 15,000 കിലോ റേഷൻ അരി പിടികൂടി. ഇത് കടത്താൻ ഉപയോഗിച്ച വ്യാജ നമ്പർ പതിപ്പിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാടവിളയിൽ പ്രവർത്തിക്കുന്ന SFTC ഫുഡ് ഗോഡൌണിൽ നിന്നാണ് അരി പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി കടത്തിക്കൊണ്ടുവരുന്ന അരിയാണ് പിടിച്ചെടുത്തത്. പൊള്ളൽ അഥവാ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പൊള്ളൽ എന്നതാണ് ആരോഗ്യമൊത്തുകളിൽ ഇന്നത്തെ വിഷയം. പൊള്ളൽ എന്നാൽ താപോർജം കൊണ്ട് നമ്മുടെ ശരീരത്തിന് കേടുപറ്റുന്ന അവസ്ഥയാണ് സാങ്കേതികമായി പറയുമ്പോൾ. എന്നാൽ പ്രായോഗികമായി പൊള്ളൽ 3 വിധത്തിലുണ്ട്. 1 തീ കൊണ്ട് പൊള്ളലുണ്ടാവുക. 2 തിളച്ച വെള്ളം, എണ്ണ തുടങ്ങിയവയുള്ള കൊണ്ടുള്ള പൊള്ളൽ. 3 കെമിക്കലുകൾ കൊണ്ടുള്ള പൊള്ളൽ. അപ്പം നമ്മൾ സാധാരണയായി കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് ചൂടുവെള്ളം തട്ടിക്കമഴ്ത്തുക, തിളയ്ക്കുന്ന കറി പാത്രത്തിൽ പിടിച്ച് കമഴ്ത്തുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പൊള്ളലുണ്ടാകും. ഇനി തീയിൽ കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പൊള്ളലുണ്ടാകാം. അപ്പോൾ എന്തു തന്നെ പൊള്ളലായാലും ആ പൊള്ളലേൽക്കുന്ന ഭാഗം ഉടൻ തന്നെ ഡാമേജ് ആവുകയും അത് ശരീരത്തിനെ ബാധിക്കുകയും ചെയ്യുന്നതാണ് പൊള്ളലിൽ സംഭവിക്കുന്നത്. പൊള്ളലിൽ ഏറ്റവും ഗുരുതരമല്ലാത്ത പൊള്ളലാണ് തിളച്ച വെള്ളം അല്ലെങ്കിൽ ആവി കൊണ്ടുള്ള പൊള്ളൽ. അതിൽ ചൂടുവെള്ളം പുറത്തു വീഴുമ്പോൾ ഉള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് ആവി കൊണ്ടുള്ള പൊള്ളൽ. അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ശരീര വിസ്തീർണം അല്ലെങ്കിൽ വോളിയം ആയതുകൊണ്ട് ഒരു ഭാഗത്തുള്ള പൊള്ളൽ വലിയ ആളുകളെക്കാൾ ഗുരുതരമായി കണക്കാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് 2 തുടയുടെയും മുൻഭാഗം പൊള്ളി എന്ന് വിചാരിക്കുക കൊച്ചുകുട്ടിക്ക്. വലിയ ആളുകൾക്ക് 2 തുടയുടെയും മുൻഭാഗം പൊള്ളുന്നതിനേക്കാൾ ഗൗരവമാണ് കൊച്ചുകുട്ടികളുടെ അതേ വലിപ്പത്തിലുള്ള പൊള്ളൽ. കാരണം ശരീരത്തിൻ്റെ വലിപ്പം കുറവാണല്ലോ. ഇനി വെള്ളം കൊണ്ടുള്ള പൊള്ളൽ പൊതുവെ ആഴത്തിൽ ഇറങ്ങുന്നില്ല. തൊലിയുടെ ഏറ്റവും പുറത്തുള്ള ലെയറിൽ മാത്രമേ വരുന്നുള്ളൂ. തീ കൊണ്ടുള്ള പൊള്ളലാകട്ടെ നമുക്ക് കൂടുതൽ സമയം നിൽക്കുകയാണെങ്കിൽ ആഴ്ന്നിറങ്ങുകയും തൊലി മുഴുവൻ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ പൊള്ളലിൻ്റെ വിസ്തീർണം, പൊള്ളലിൻ്റെ ആഴം, എന്തുകൊണ്ടാണ് പൊള്ളലുണ്ടായത്, ഈ 3 കാര്യങ്ങളും, പിന്നെ കുട്ടി ആണോ വലിയ ആളാണോ, രോഗിയാണോ അല്ലാത്ത ആളാണോ, ഇത്രയും കാര്യങ്ങൾ അനുസരിച്ചാണ് പൊള്ളലിൻ്റെ റിസൾട്ട്, ഔട്ട്കം ഉണ്ടാകുന്നത്. എന്തായാലും പൊള്ളലിൻ്റെ പ്രഥമ ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടിയെ പൊള്ളലേൽക്കുന്ന ഭാഗത്തുനിന്ന് മാറ്റുക,
ഉടൻ തന്നെ ധാരാളം തണുത്ത വെള്ളം അവിടെ ഒഴിക്കുക. അല്ലാതെ പേസ്റ്റോ എണ്ണയോ മഷിയോ ഒന്നും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇനി പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടിയെ വൈദ്യസഹായം എത്തിക്കുക. പൊള്ളലിൻ്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് ഡ്രിപ്പിലൂടെ മരുന്ന് കൊടുക്കുക, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നിവ അത്യാവശ്യമാണ്. വലിയ പൊള്ളൽ അല്ലെങ്കിൽ നല്ല താഴ്ചയേറിയ പൊള്ളലാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും പല ഓപ്പറേഷനുകളും തൊലി വച്ച് പിടിപ്പിക്കലും ഒക്കെ ഉണ്ടാകാം. പൊള്ളലിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ പറയാനുണ്ട്. എന്നാലും അതിൻ്റെ തത്വങ്ങളെക്കുറിച്ച് പറയാം. ആഴമല്ലാത്ത പൊള്ളലുകൾ ആൻറ്റിബയോട്ടിക് ലേപനങ്ങളും വെള്ളത്തിൻ്റെ അംശം കുറയുന്നതും വൂണ്ടിൻ്റെ ഡ്രസ്സിങ്ങും ഒക്കെ കൊണ്ട് മതിയാവും. എന്നാൽ ആഴമേറിയ പൊള്ളലാണെങ്കിൽ സർജിക്കലായിട്ടുള്ള ഇടപെടലുകൾ വേണ്ടിവരും. കുറച്ച് കഴിയുമ്പോൾ തൊലി വച്ച് പിടിപ്പിക്കേണ്ടതായി വരും. അതിൻ്റെ വ്യാപ്തി കൂടുകയാണെങ്കിൽ ആളിൻ്റെ ജീവന് ഭയങ്കരമായ ഭീഷണിയുണ്ട്. പൊതുവെ പറഞ്ഞാൽ 40% കൂടുതൽ പൊള്ളലുണ്ടായാൽ ആളിന് മരണകാരണമാകാം എന്നാണ് സർജറി ലോകത്ത് വിലയിരുത്തപ്പെടുന്നത്. സൂക്ഷിക്കുക, പൊള്ളലുണ്ടാകാതെ സംരക്ഷിക്കുക. പൊള്ളലുണ്ടായാൽ നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകുക, കൃത്യമായ ചികിത്സ നൽകുക. കൊച്ചുകുട്ടിക്കാണ് പൊള്ളലേൽക്കുകയാണെങ്കിൽ അത് ഡ്രൈ ഫ്ലെയിം കൊണ്ട പൊള്ളലാണെങ്കിൽ അത് ഗുരുതരമാണ്. വെള്ളം കൊണ്ടുള്ള തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലാണെങ്കിൽ അത്ര ഗുരുതരമല്ല. അപ്പോൾ പൊള്ളലേൽക്കാതെ സൂക്ഷിക്കുക. പൊള്ളലുണ്ടായാൽ കൃത്യമായ ചികിത്സ താമസിയാതെ നൽകുക. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നമസ്കാരം. ഇന്നത്തെ ചോദ്യം: കൊച്ചു കുട്ടികളുടെ പൊള്ളലിൻ്റെ വ്യാപ്തി അളക്കുന്നതിന് ഒരു സാധാരണയായി ഡോക്ടർമാർ സ്വീകരിക്കുന്ന ഒരു മാർഗമുണ്ട്. അത് ശതമാനക്കണക്കിലാണല്ലോ പൊള്ളൽ കണക്കാക്കുന്നത്. അതെങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.